22 വയസ്സ്, 65 ലക്ഷം രൂപയുടെ കടം. കേൾക്കുമ്പോഴൊരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ അല്ല, ഇത് സിനിമയല്ല, ജീവിതമാണ്. നമ്മുടെ കേരളത്തില് കോഴിക്കോടുള്ള ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ഒരു യഥാർത്ഥ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, കരിയറൊക്കെ തുടങ്ങി ജീവിതം സെറ്റാക്കണം എന്ന് വിചാരിക്കുന്ന ആ ഒരു പ്രായത്തിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ 65 ലക്ഷത്തിന്റെ കടമുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അഖിലിന് സംഭവിച്ചത് അതാണ്. അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം അഖിലാണ്. നമ്മളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു സാധാരണ കുടുംബം. ശരി, ആദ്യം തന്നെ നമുക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊന്ന് നോക്കാം. അച്ഛന്റെ വരുമാനം 38,000 രൂപ. നമ്മുടെ അഖിലിന് 22 വയസ്സല്ലേ ഉള്ളൂ, അപ്പോഴേ 32,000 രൂപ ശമ്പളമുണ്ട്. അപ്പൊ രണ്ടും കൂടെ മാസം 70,000 രൂപ വീട്ടിലെത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു മോശം വരുമാനമേ അല്ല, അല്ലേ? പക്ഷേ ഈ കണക്കിലാണ് കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാ സാധാരണ മലയാളികളെയും പോലെ അവരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട്. ആ സ്വപ്നം അവർ 2019 സാധിച്ചെടുത്തു. അപ്പോ ആ വീടിനു വേണ്ടി അവര് ബാങ്കിൽ നിന്ന് 28 ലക്ഷം രൂപയുടെ ലോൺ എടുത്തു. മാസം വരുന്ന EMI എത്രയാണെന്നറിയൂ? 27,000 രൂപ. 70,000 വരുമാനമുള്ളൊരു ഫാമിലിക്ക് ഇതടച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അല്ലേ? തുടക്കത്തിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു, എല്ലാം വിചാരിച്ച പോലെ തന്നെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴാണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ വില്ലന്റെ എൻട്രി. കോവിഡ്. ഒറ്റയടിക്ക് അച്ഛന്റെ വരുമാനം നേരെ പകുതിയായിട്ട് കുറഞ്ഞു. അതോടുകൂടി ആ കുടുംബത്തിന്റെ സാമ്പത്തിക പ്ലാനിങ്ങിന്റെ അടിത്തറ തന്നെ ഇളകാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നത്. കടമെന്ന ആ ഒരു വല അവരുടെ ജീവിതത്തിൽ മുറുകിത്തുടങ്ങുകയാണ്. ആ ഒരൊറ്റ EMI അടച്ചു തീർക്കാൻ വേണ്ടി തുടങ്ങിയ ഓട്ടം അവരെ എത്ര വലിയൊരു കടക്കിണിയിലാണ് കൊണ്ടുപോയി ചാടിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ EMI മുടങ്ങാതിരിക്കാൻ അവരെന്തു ചെയ്തു? വീട്ടിലിരുന്ന് സ്വർണമെടുത്തു. 8 ലക്ഷം രൂപ. പുതിയൊരു കടം അവിടെ തുടങ്ങി. പക്ഷേ അതുകൊണ്ടും തീർന്നില്ല. അടുത്തതായി ഒരു ചിട്ടി പിടിച്ചു. അതിൽ നിന്നും കിട്ടി വേറെ ഒരു 5 ലക്ഷത്തിന്റെ ബാധ്യത. അവസാനം പിടിച്ചു നിൽക്കാൻ വേറൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങാൻ തുടങ്ങി. എത്രയാണെന്നോ? ഏകദേശം 17 ലക്ഷം രൂപ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, വെറും 27,000 രൂപയുടെ ഒരു EMI അടയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണിതെല്ലാം. ഇതാണ് അഖിലിന്റെ കഥ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു പാഠം. നമ്മളിതൊക്കെ ചെറുതല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കുന്ന ഓരോ ചെറിയ കടവും കൂടിച്ചേർന്നാണ് അവസാനം നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു വലിയ മലയായിട്ട് മാറുന്നത്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് നേരെ കണക്കുകളിലേക്ക് പോകാം. കാരണം അക്കങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല. ഇപ്പോ കാണിക്കാൻ പോകുന്ന കണക്ക് കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടു. ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ. വരുമാനം നമുക്കറിയാം 70,000 രൂപ. ഇനി ചെലവുകൾ നോക്കാം. വീട്ടുചെലവ് ഒരു 25,000. അഖിലിന്റെ പേഴ്സണൽ ചെലവുകൾക്കൊരു 18,000. വീടിന്റെ EMI 27,000. അവിടെയും തീരുന്നില്ല. മറ്റു കടങ്ങളുടെ പലിശ മാത്രം മാസം വരുന്നത് 22,000 രൂപയാണ്. അപ്പൊ ടോട്ടൽ ചെലവ് എത്രയായി? 92,000. എന്നുവെച്ചാൽ ഓരോ മാസവും വരുമാനത്തേക്കാൾ 22,000 രൂപ കൂടുതൽ അവർക്ക് ചെലവുണ്ട്. ഈ ചാർട്ട് കണ്ടാൽ സംഭവം ഒന്നുകൂടി ക്ലിയറാവും. ദേ, വരുമാനത്തിന്റെ ബാർ ഇവിടെ നിൽക്കുമ്പോൾ ചെലവിന്റെ ബാർ അതിനും എത്രയോ മുകളിലാണ്. ഓരോ മാസം കഴിയുന്തോറും ഈ ഗ്യാപ്പ് കൂടിക്കൂടി വരും, കടം പെരുകിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മളൊരു വിഷ്യസ് സൈക്കിൾ, ഒരു കടക്കിണി എന്ന് പറയുന്നത്. ഇനി ഈ കഥയിലെ ഏറ്റവും ഭയങ്കരമായൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അവർ മാസം അടയ്ക്കുന്ന ആ വലിയ തുകയില്ലേ, ബാങ്ക് EMIയും മറ്റു പലിശയും കൂടെ ഏതാണ്ട് 49,000 രൂപ. അത് മുഴുവനും പലിശയിലേക്കാണ് പോകുന്നത്. മുതലിലേക്ക് ഒരു രൂപ പോലും അടയ്ക്കുന്നില്ല. അതിന്റെ അർത്ഥമെന്താ? ആ 60 ലക്ഷത്തിന്റെ കടം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ശരിക്കും ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയും വലിയൊരു കടക്കിണിയിൽ വീണുപോയൊരു കുടുംബത്തിന് ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവുണ്ടോ? ഉത്തരം ഉണ്ട്. പക്ഷെ അതിന് ചില കടുത്ത തീരുമാനങ്ങൾ, ഉരുക്കുപോലത്തെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അവരെങ്ങനെയാണ് അതിൽ നിന്ന് കരകയറിയതെന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നു അവരുടെ ആക്ഷൻ പ്ലാൻ. സ്റ്റെപ്പ് 1, എല്ലാ അനാവശ്യ ചെലവുകളും നിർത്തി. സ്റ്റെപ്പ് 2, ഏറ്റവും കൂടുതൽ പലിശ വരുന്ന കടങ്ങൾ ഏതാണെന്ന് ലിസ്റ്റ് ചെയ്തു. അത് ആദ്യം അടച്ചു തീർക്കാൻ തുടങ്ങി. സ്റ്റെപ്പ് 3, സത്യം എല്ലാവരോടും തുറന്നു പറഞ്ഞു. കുറച്ച് സാവകാശം ചോദിച്ചു. സ്റ്റെപ്പ് 4, ആ സ്വപ്നവീടിന്റെ വിൽപ്പന എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിലെ ഏറ്റവും കഠിനമായ, ഏറ്റവും ഹൃദയഭേദകമായ തീരുമാനം അതായിരുന്നില്ല.
അത് ഒരുപാട് കാലം സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് പണിത ആ വീട് വിൽക്കുക എന്നതായിരുന്നു. ആ വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എല്ലാ കടങ്ങളും ഒറ്റയടിക്ക് വീട്ടുക. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം തോന്നുന്നില്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ കടം എന്ന ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു ഓപ്പറേഷൻ അതായിരുന്നു. അപ്പോ ഈ കഥയുടെ അവസാനം നമ്മൾ പഠിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. എന്താണ് ഈ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം? യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയണത് വലിയൊരു വീടോ വില കൂടിയ കാറോ ഒന്നുമല്ല. അത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ EMI അല്ലെങ്കിൽ ആര് വിളിക്കും എന്നൊക്കെയുള്ള ടെൻഷനില്ലാതെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. ആ ഒരു മനസ്സമാധാനം അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അഖിലന്റെ ഈ കഥ നമ്മൾക്കെല്ലാവർക്കും ഒരു പാഠമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മാസവരുമാനം എത്രയാണ്, ചെലവെത്രയാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എവിടെങ്കിലും എഴുതി വെക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു വിവരം കേട്ടതിനുശേഷം ഇന്ന് തന്നെ അതൊന്ന് ചെയ്തു നോക്കണം. ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ആ കണക്കുകൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരും. ഈ കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണ്? അത് മറക്കാതെ താഴെ കമന്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു കമന്റ് ഒരുപക്ഷെ ഇതേപോലത്തെ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മറ്റൊരാൾക്ക് വലിയൊരു സഹായമായേക്കാം. ഇതുപോലുള്ള യഥാർത്ഥ ജീവിതാനുഭവങ്ങളും സാമ്പത്തിക പാഠങ്ങളും ഇനിയും അറിയാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഒരു വഴികാട്ടിയായി ഞങ്ങളിവിടെ ഉണ്ടാകും.